പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അല്ലേ? ഇന്നത്തെ ടൈറ്റിൽ എല്ലാവർക്കും മനസ്സിലായി. നമ്മൾ കഴിഞ്ഞ ലൈവിലും കഴിഞ്ഞ വീഡിയോയിലും എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ എന്താണെന്ന് പറഞ്ഞില്ല അല്ലേ മിസ്റ്റർ ഡ്രാഗൺ ജി? നമ്മൾ അവിടെ ഇവിടെ തൊടാതെ അറ്റവും മൂലമില്ലാതെ പല കാര്യങ്ങളും ഇങ്ങനെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ കൺഫ്യൂഷൻ എല്ലാം ഒരേ ഒരു ഉത്തരം ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് MD ഡ്രാഗനും തരും അല്ലെ ഡ്രാഗൺ ജി? അതിനുവേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. ഇനി എങ്ങനെയാണ് MD TVയുടെ പോക്ക്, എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ടും വളരെ വ്യക്തമാക്കി ഞങ്ങൾ പറഞ്ഞു തരും. അപ്പൊ എന്തായാലും ദാഹിച്ചിട്ട് വലിയ സത്യം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയപ്പോൾ വെള്ളമില്ല, ചൂടുവെള്ളം. അത് കാരണം എന്തായാലും അപ്പോഴേ വിചാരിച്ചു, ശപഥം ചെയ്തതാ ഇനി കുടിക്കുവാണെങ്കിൽ അത് തണുത്ത ചിൽഡ് ഫ്ലേവേർഡ് വാട്ടർ മാത്രമായിരിക്കുമെന്ന്. ഒരിക്കൽ കൂടെ നമ്മുടെ മധ്യ രാജാവ്, പണ്ട് മധ്യ കുമാരനായിരുന്നു, പക്ഷെ ഇപ്പൊ ആള് മൂത്ത് മധ്യ രാജാവായി മാറി. ആ കൊമ്പൻ മീശയൊക്കെ കണ്ടോ? എന്താണ് മീശയുടെ ഉദ്ദേശം? ഇത് നമ്മുടെ അതാണ് ഒരു സിനിമ ഉണ്ടല്ലോ, പോക്കിരാജ. എന്ത് രാജയാന്ന്? ഗജരാജയാ? ഓക്കെ, ഇന്നത്തെ വീഡിയോ കാണാതിരിക്കരുത് കേട്ടോ ജോമോജി. വളരെ മർമ്മപ്രധാനമായിട്ടുള്ള വീഡിയോയാണ്. MD TVയുടെ ഒരു പുതിയ ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ ഡ്രാഗൺ? ഇന്നത്തോടെ ഡ്രാഗൺ ഇല്ല എന്നൊക്കെ പലരും ചിന്തിക്കും, പക്ഷെ അതൊന്നും അല്ല സത്യം. മോന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പെട്ടെന്നാക്കിയേക്കണേ. അടിക്കുന്നതിന് മുമ്പ് കഴിപ്പ് തുടങ്ങിയല്ലേ? പിന്നല്ല, ഈ തന്റെ കഴിപ്പിനെ കുറിച്ചൊക്കെ ഭയങ്കര പരാമർശങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടെ. അതെല്ലാം താൻ കണ്ട കമന്റ്സ് വരെ കണ്ടായിരുന്നു. അതെല്ലാം വ്യക്തമാക്കണമെന്ന്. അതിൽ തന്നെ തുടക്കം അല്ലേ ഡ്രാഗൺ ജി? പണി തുടങ്ങിയാലോ? യെസ്, നമ്മുടെ പച്ച മാങ്ങ, മാംഗോ ചില്ലി. സോ ദ ഫസ്റ്റ് റൗണ്ട് മൈക്കുടി. കഴിച്ചെടുക്കുന്ന ആഗ്രഹമുണ്ട്, അതുപോലെ ദാഹമുണ്ട്. പക്ഷെ തണുപ്പ് കയറി കരയുന്ന തണുപ്പ്. എന്തിനാ കരുന്നത്? നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. ചാനൽ നിർത്താൻ പോകുന്നുള്ള പേടിയാണ്. ഞാൻ ഇനി എങ്ങനെ തന്നോട് പറയാതിരിക്കുന്നുള്ള പേടി കൊണ്ടാണോ ഈ കരച്ചില്? ഒരിക്കലും താങ്കൾക്കറിയാം അല്ലെ, ഒരിക്കലും അത് അത് നടക്കുന്ന ഒരു കാര്യമല്ലെന്നല്ലേ? അപ്പോൾ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് അവിടെ നിൽക്കട്ടെ. കാരണം എനിക്കത് സത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് ഡ്രാഗൺ ജി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിലാണോ എന്തോ എപ്പോഴും പൊതുവെ പറയുന്ന കാര്യമാണ്, എങ്കിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ പലരും ഡ്രാഗൺ ജിയുടെ ഒരു പ്രവൃത്തിയെ ഒരുപാട് വട്ടം, അത് മോശമായിട്ടുള്ള രീതിയിലല്ല, അതങ്ങനെ പറയപ്പെടുന്നു. അത് മറ്റൊന്നുമല്ല, ഡ്രാഗൺ ജിയുടെ ഫുഡടി. ഡ്രാഗൺ ജിയുടെ അടി അടുത്ത് മിക്സർ വെക്കരുത്, അത് മിക്സറിന് ഹാനികരമാണെന്നോ അങ്ങനെയെല്ലാം പല രീതിയിൽ പല ഭക്ഷണത്തെ കുറിച്ചും ഡ്രാഗൺ ജിയുടെ അടുത്ത് ഭക്ഷണം ഇരുന്നാൽ അത് അത്ര നല്ലതല്ല, അത് ഹാനികരമാണെന്നൊക്കെ ഉള്ള രീതി. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാനുള്ള വസ്തുവാണ്. ഡ്രാഗൺ ജി പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു, ഡ്രാഗൺ ജിയുടെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വത്തിൽ ഒന്നാണ് അല്ലെ? അതായത് ഫുഡ് ഞാൻ മേടിക്കും, ഞാൻ അത് തുടത്തു പോലും ഇല്ല, 1 2 കഴിക്കാം. ഇവിടെ ആയാലും എവിടെയാണെങ്കിലും, ഹോട്ടലിലാണെങ്കിൽ പിന്നെ പറയണ്ടല്ലേ ഡ്രാഗൺ ജി? ഞാൻ മേടിച്ച 1 2 പീസ് ഞാൻ എടുക്കും, ബാക്കി എല്ലാം അവിടെ വെക്കാം. അത് വേസ്റ്റ് ആവരുത്. ഡ്രാഗൺ ജി എല്ലാം കൈകാര്യം ചെയ്തോണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതെ, കാശ് മുടക്കി മേടിക്കുന്നതാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അല്ലാതെ അപ്പൊ ഞാനെന്താ പറഞ്ഞത്, അങ്ങനെ ഒരാള്, അങ്ങനെ ആരെയും ഭക്ഷണത്തിന്റെ പേരിൽ ആരും ഒന്നും പറയാൻ പാടില്ല. കാരണം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പോലും പറ്റത്തുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അതിന്റെ പുറകിൽ പല കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാവും. അല്ല, എങ്കിലും എനിക്കത് അങ്ങോട്ട് ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ട് വന്നുള്ളൂ. അതെ, ഞാൻ അങ്ങനെ കഴിച്ചോളാം അല്ലേ? നീ ഇപ്പൊ ചെയ്യുന്നത് കഴിച്ചോണ്ടാണ് അതിന് ഉത്തരം പറയുന്നത്. എന്തായാലും ഡ്രാഗൺ ജി, ഇതൊരു പുതിയ തുടക്കമാണ് ആക്ച്വലി. അതെ, പുതിയ തുടക്കം. പിന്നെ അടുത്ത റൗണ്ട് മഴയ്ക്ക് പിടിയിലോട്ട് കടന്നേ. മതി, കുറച്ച് ഇത് ഒഴുകി. ഇനി സാധനങ്ങൾ വരാൻ താൻ വെറുതെ ഇരിക്കേണ്ടി വരും. അത് വേറൊരു കാര്യമാണ്. അതും കഴിച്ചോണ്ടിരിക്കും, ഇത് കുടിച്ചോണ്ടിരിക്കും. ഞാൻ പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ MD TV മറ്റ് ആൽക്കഹോൾ കണ്ടന്റ് വളരെ പരിമിതമായിട്ടാണെങ്കിലും കുറയും, പരിപൂർണമായിട്ടും ഇല്ലാണ്ടാവും എന്നൊക്കെ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ ആ സമയം വളരെയധികം എത്തിക്കഴിഞ്ഞു. ഏറ്റവും അനിവാര്യമായ സമയവും കൂടിയാണ് ഇത്. അതായത് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടോ, പലരും നമ്മളോട് സങ്കടത്തോടെയും പറയുന്നുണ്ട്, MD നിങ്ങൾ നിർത്തരുത്, നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പലരും ഇപ്പോഴും തെറ്റിദ്ധാരണ കേട്ടോ ഡ്രാഗൺ ജി.
നമ്മൾ ചാനലിൽ നിർത്തുവാണ് എന്നുള്ളൊരു ധാരണയാണ് പലർക്കും. ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയണം, നമ്മളെ ചാനൽ ഒരിക്കലും നിർത്തത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, MD ഡ്രാഗൺ കൂടെ സൈൻ ഓഫ് ചെയ്യുമ്പോൾ പോലും പറയാറുണ്ട്, MD TV ഫോർ എവർ, അതെ എന്നും എപ്പോഴും എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ചാനൽ നിർത്തുന്നതിന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. പിന്നെ ആൽക്കഹോൾ കണ്ടന്റിന്റെ കാര്യമാണ് നമുക്ക് സംസാരിക്കാനുള്ള കാര്യം, അതിനെക്കുറിച്ചാണ് സ്പഷ്ടമാക്കേണ്ടത്. അതായത് കഴിച്ചിട്ട് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയാം. അല്ല ഡ്രാഗൺ ജി, അത്രേ അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി നമ്മൾ എന്തായാലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാകും, ഒരിക്കലും ഇല്ല എന്നല്ല പറയുന്നത്. എങ്കിലും മാസത്തിൽ ഒരു വട്ടം നമ്മുടെ ചാനലിൽ ആൽക്കഹോൾ കണ്ടന്റ് ഇതുപോലെ ഇതൊക്കെ മേലെ ആയിട്ട് പവർ കണ്ടന്റ് ആയിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് വളരെ വലുതായിട്ട് നമ്മൾ ചെയ്യും. മനസ്സിലായോ? അതായത് ഒരു മാസത്തിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ആഴ്ചയിൽ ഒരു വീഡിയോ വീതമാണ് നമ്മളിപ്പോ കണ്ടക്ട് ചെയ്യുന്നത്, ഒരു ലൈവ്. അപ്പോൾ നമ്മൾ ലൈവ് അതുപോലെ കണ്ടക്ട് ചെയ്യും, പക്ഷെ മദ്യം ഉണ്ടാവത്തില്ല, ആൽക്കഹോൾ കണ്ടന്റും ഫ്ലേവർ വാട്ടറും ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ വീഡിയോ മാസത്തിൽ ഒരു തവണ, അത് അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കണ്ടന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഫുഡ് ബ്ലോഗും അതിലുപരി പുതിയൊരു കണ്ടന്റ് ആയ MDയുടെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ കടക്കുകയാണ്. MDയുടെ വീട്ടിലെ കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എന്റെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ, അതിലേക്കെല്ലാം കടക്കുകയാണ് നമ്മൾ. നമുക്ക് ചേർന്ന പരിപാടിയല്ല എന്നൊക്കെ പലരും പറയുമായിരിക്കും, പക്ഷേ അതാണ് ഉത്തമം. കാരണം ആൽക്കഹോൾ കണ്ടന്റ് ഒരിക്കലും നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്നൊരു കാര്യമല്ല. അതൊരു നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ അങ്ങനെ ഒരു തീരുമാനം, ഇപ്പോഴല്ല കുറെ നാളുകളായിട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള തീരുമാനം ഡ്രാഗൺ ജിക്കും അറിയാം അല്ലേടോ. ഇപ്പൊ ഏകദേശം ഒരുപാട് MD TV രൂപീകരിച്ച ആ കാലഘട്ടം മുതൽ നമ്മൾ പറയാൻ തുടങ്ങിയ പ്രവൃത്തിയാണ്, ഒരു കാര്യമാണ്. ആ പ്രവൃത്തിയേക്കും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ മധ്യരാജാവ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കുള്ള ഭക്ഷണം, അത്താഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ഡ്രാഗൺ നമ്മൾ അന്നും മേടിച്ചത്. അന്ന് മഞ്ഞ നിറമല്ലായിരുന്നല്ലോ പിന്നെ. എന്തായാലും ആവട്ടല്ലോ. കൊഞ്ചി ക്രിസ്പി ബീഫ് വിത്ത് ഷ്രെഡഡ് വെജിറ്റബിൾസ് ആൻഡ് താങ്ക് യു മിസ്റ്റർ ജോമൻ ജി. നമുക്ക് ഇനിയും കാണേണ്ട അടുത്ത ദിവസം. ഓക്കെ, ജോമന്റെ വഴിക്ക് പോയി. എഗ് ബുർജി, ഇവിടുത്തെ വൺ ഓഫ് മോസ്റ്റ് മൂവിങ് ഐറ്റം ആണ്, ഹൈലി ഡെലിഷ്യസ്. ഡ്രങ്ക് എന്താ ഇപ്പോഴേ പിടുത്തു വിട്ടു കേട്ടോ അതിൽ. നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ട് ഒരു തരി പോലും ബാക്കി വെക്കാതെ കഴിച്ച വളരെ റെയർ ആയിട്ടുള്ള ഐറ്റംസിൽ ഒന്നാണ് ഇതല്ലേ ഡ്രാഗൺ ജി. കാരണം അതിന്റെ ടേസ്റ്റ് അപാരമാണ്. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കൊഞ്ചി ക്രിസ്പി ബീഫ്. അടിപൊളിയാടോ. ചൂടാണ്, ആവി പറക്കുന്ന പറയല് കണ്ട. എങ്ങനെയുണ്ട് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ? ഇത് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലേ, ഒന്നും പറയേണ്ട കാര്യമില്ല നമുക്ക്. കാരണം അറിയാം നമുക്ക് ഇവന്മാരെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അല്ലേ. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടന്നല്ലോ. ഓക്കെ ഡ്രാഗൺ ജി, ഒളിച്ചു വെച്ചിരിക്കുന്ന അതിന്റെ പുറകില് മാംഗോ ചില്ലി. കുറെ കാലമല്ലേ മാംഗോ ചില്ലി നമ്മളൊന്ന് പിടച്ചിട്ട്, കുറച്ച് നാളെ. അത് പുറകിലത്തെ സാധനം മറിഞ്ഞു പോയല്ലേ ഗ്ലാസ്. അതിന്റെ ഇടയ്ക്ക് ഓക്കെ, എടുത്തു അതിലോട്ട് പോയല്ലേ വീണ്ടും. ലെമൺ സ്ലൈസും കൂടെ വേണ്ടതായിരുന്നു അല്ലേ, പക്ഷെ വേണ്ട. അത് ലെമൺ അല്ല, ഒന്ന് മാറി ഇടല്ലേ. ഓ, അത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പോയി, കയറ്റാൻ പോയിരുന്നു. മാംഗോ ചില്ലി ഒരിക്കൽ കൂടെ. ഉണ്ടാക്കതല്ലേ സത്യം. ഇതും ഒരു ഒന്നൊന്നര സാധനം അല്ലടോ.
കൊഞ്ചി ക്രിസ്പി ബീഫ്, പേര് പോലെ തന്നെ. കൊഞ്ചി എന്തിനാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ക്രിസ്പി ബീഫ് അച്ചട്ടാണ്. പേര് പോലെ തന്നെ ക്രിസ്പി ഫീൽ ആണ്. ഔട്ടർ കോട്ടിംഗ് ഈസ് സോ ക്രിസ്പി. കൊഞ്ചി എന്തിനാണ് കൊഞ്ചുന്നത്? കൊഞ്ചി കൊണ്ടുവന്നത് കൊഞ്ചിയെ. അത് കണ്ടപ്പോ രംഗരാജിന് പറ്റുന്നില്ല. ഞാൻ ഓർത്ത് പിടിക്കാൻ പോണ്, അടിച്ചിട്ട് പിടിക്കാല. പൊളി കോമ്പിനേഷൻ അല്ലേ? എന്തോ പപ്പരക്കാണ്, കുക്കുംബറ. സോ രംഗരാജ്, നമ്മൾ കാര്യത്തിലേക്ക് അടുക്കുകയാണ് അല്ലേ? കാര്യത്തിലേക്ക് നമ്മൾ എന്തായാലും എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു അല്ലേ? അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ ചാനലിന്റെ ഗതി ഇനി എങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലും ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തില്ല. അതായത് ഡ്രിങ്കിങ് സെക്ഷൻ ഉണ്ടോ, അത് ഉണ്ടാകും. ആഴ്ചയിലല്ല, ഒരു മാസത്തിൽ ഒരിക്കലും, അത് ഗ്യാരണ്ടീഡ് ആണ്. അതിനകത്ത് ഒരു മാറ്റമില്ല. ചിലപ്പോൾ ചില മാസങ്ങളിൽ ചിലപ്പോൾ 1 or 2 ആകാം അല്ലെ, നമ്മുടെ അപ്പുറത്തെ സാഹചര്യങ്ങൾ പോലെ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും, കാരണം നിങ്ങൾക്കറിയാം, ഒരു ഫാമിലിയാണ്, കുട്ടികളൊക്കെ വളർന്നു വരികയാണ് അല്ലെ. കഴിഞ്ഞ ഇതിനകത്ത് ഒരാൾ കമന്റ് ചെയ്തു, 2 പേരും അച്ഛന്മാരൊക്കെ ആകാൻ പോവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയട്ടെ, അതായത് എന്റെ സത്യസന്ധമായ കാര്യം ഞാൻ പറയാം. അടുത്ത മൈക്കോടി ഒഴിച്ചു വെച്ചിട്ട് പറയാം അല്ലെ ഡ്രാഗൻ? കമോൺ രംഗരാജ്, അടുത്ത റൗണ്ടിന് വേണ്ടിട്ട് സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? അവനെ കുത്തി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ യെസ്, ഞാൻ ഓർത്തിനിപ്പോ മദ്യത്തിന്റെ വില കൂടിയത് കൊണ്ടുള്ള ഒരു വില കൂടിയാലൊന്നും നമ്മളെ തോൽപ്പിക്കത്തില്ലല്ലോ. നമ്മൾ അതിനൊന്നും തോൽപ്പിക്കാൻ ഐസ് ഇട്ടിട്ടോ, എന്നല്ല ഇത് കാണാൻ ഇത് ഭംഗിയുള്ളു. യെസ്, സിനിമാറ്റിക്, അതാണ് ഡ്രാഗൺ. മാംഗോ ചില്ലി ആയതുകൊണ്ടാണ് അങ്ങ് കമത്തിയേക്കാണ്. ഓക്കെ, ഓഹോ, ഇത് കഴിഞ്ഞിട്ട് മതിയടാ. കമന്റ് ചെയ്ത വ്യക്തി ചിലപ്പോ ദിവ്യശക്തിയുള്ള മനുഷ്യനായിരിക്കും, ഒരുപക്ഷെ ഒരു തരത്തിൽ. റംഗന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എന്റെ കാര്യം, എംഡിയുടെ കാര്യം പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണൽ ലൈഫ് ഞാൻ പറഞ്ഞു, ഞാൻ മാരീഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അറിയാം നിങ്ങൾക്ക്, ഞാൻ മാരീഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതെ, ആ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞെങ്കിൽ ഐ എം ഗോണ ബി എ ഫാദർ. അതെ, ഞാനൊരു അച്ഛനാകുമ്പോൾ തനിക്ക് തന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, തനിക്കറിയാം. അതായത് ഇപ്പോഴല്ല, വെരി സൂൺ ആക്ച്വലി. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഇന്നിപ്പോ ബുധനാഴ്ചയാണ്, നിങ്ങൾ കാണുന്നത് ബുധനാഴ്ചയാണ്. ഒരുപക്ഷെ ഇതിനോടകം ഞാൻ ആയി കാണാം, കാരണം ഞാനത് നേരത്തെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ ഒരു ടേണിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാം. എനിക്കൊരു കുട്ടിയുണ്ടോ, ഓൾറെഡി എനിക്കൊരു കുട്ടിയുണ്ട്, എനിക്കൊരു മോനുണ്ട്. അതിലേക്കെല്ലാം ഞാൻ വരുന്നതായിരിക്കും, മനസ്സിലായോ? അടുത്ത തുടർന്നുള്ള വീഡിയോസിലെല്ലാം അതിന്റെ എല്ലാം പക്ക ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വ്യക്തമായിട്ടും വിഷ്വലിയും നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സാധനം കുറയ്ക്കുന്നതിന്റെയും അതുപോലെ തന്നെ ചാനലിൽ നിന്ന് പരമാവധി ഒഴിവാക്കുന്നതിന്റെയും റീസൺ. അതല്ലോടോ ഞാൻ ചെയ്യുന്ന ശരിയായിട്ടുള്ള കാര്യമല്ലോടോ? ഒരു പുണ്യപ്രവൃത്തിയാണ്. അതെ, ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെയും പറയാം. കാരണം കുട്ടികൾ വളർന്നു വരും. അപ്പൊ നമ്മള് ഫാദർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, നമ്മളതും സോഷ്യലി നമ്മൾ അങ്ങനെ കാണിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തുന്നതാണ്, പരിപൂർണമായിട്ടും നിർത്തും, ഒരു കാലത്തിൽ നിർത്തും. പക്ഷെ ഇപ്പോൾ ഒറ്റയടിക്ക് നിർത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ഈ ചെയ്തതിൽ ഒരു തെറ്റായിട്ട് എനിക്കൊരു ഫീലും ഇല്ല. ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലൊരു തീരുമാനമാണ് തന്നെയാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ശരി, കയ്യിൽ ഗ്ലാസും പിടിച്ചിട്ടില്ലാണ് ഈ അല്ല അത് ഞാൻ പറയും. ഇത് നമ്മുടെ ട്രേഡ് മാർക്കാണ് മച്ചാനെ. MDTV since 2021 and MD ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ഒരു ട്രേഡ് മാർക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട റീസൺ. നമ്മൾ കുട്ടികൾ വളർന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിവാകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നത്, ഒരു പരിമിതിക്കുള്ളിൽ നിർത്തുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പൊ ഞാൻ പേഴ്സണൽ ബ്ലോഗ്, ഐ എം ഗോണ ബി എ ഫാദർ, അല്ലെങ്കിൽ ഞാനിപ്പോ വീഡിയോ മുമ്പ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത്. നിങ്ങൾ വെനസ്ഡേ ആണ് കാണുന്നത്, അതിനോടകം ചിലപ്പോൾ ഒരു പക്ഷേ അപ്ഡേറ്റ് ആയി കാണും, ബേബി വന്ന് കാണാം ഒരു പക്ഷേ, എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബ്ലോഗ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് തിങ് വിൽ ബി കവേർഡ് മൈ ബ്രോസ്. അതെ, ഹോസ്പിറ്റൽ അഡ്മിഷൻ, എവറിത്തിങ് വിൽ ബി ഓൺ വീഡിയോ. സോ ദാറ്റ്സ് ദ ന്യൂ MDTV era. അല്ലേ ഡ്രങ്കൻജി? തീർച്ചയായിട്ടും. അതിനോടകം തന്നെ ഇപ്പൊ ഡ്രങ്കൻജി ഒഴിവാക്കുകയാണ് ഒന്നും ആരും തെറ്റിദ്ധരിക്കരുത്. പേഴ്സണൽ വ്ലോഗ് ഉണ്ടാകും, ഡ്രങ്കൻജി വിത്ത് MD ഫുഡ് വ്ലോഗ് ആസ് വെൽ ആസ് ഡ്രിങ്കിങ് സെക്ഷൻ വിൽ ബി പ്രസന്റ്. അതുപോലെ തന്നെ ഡ്രങ്കൻജി ഇനി പടിപടിയായിട്ട് ഉയരാൻ പോവുകയാണ് നമ്മുടെ ചാനൽ. നമ്മൾ ചിക്കനും ബീഫൊക്കെ നിർത്തിയിട്ട് മട്ടണിലേക്ക് കടന്നു. എന്നെ കുത്തുവാള എടുപ്പിക്കുമല്ലേ? അതാകുമ്പോ കിലോയ്ക്ക് 1000 രൂപയാണ് വില. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, പിന്നെ നമ്മുടെ കൊച്ചി ട്രിപ്പ് എന്തായാലും ഒട്ടകത്തിന്റെ ഇറക്കി വല്ലതാണ്. അതായത് നമ്മുടെ കൊച്ചി ട്രിപ്പും അതുപോലെ തന്നെ നമ്മുടെ മാഹി ട്രിപ്പ്. ഞാനിപ്പോ അത് ഇതുവരെയായിട്ട് ഞാൻ മാഹിയെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല. ആരെങ്കിലും കമന്റ്സിൽ അല്ലെങ്കിൽ ലൈവിൽ മാഹിയെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ദിസ് ടൈം മാഹി ട്രിപ്പ് വിൽ ബി എ റിയാലിറ്റി. എപ്പോഴാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മാഹി ട്രിപ്പ് ഉണ്ടാകും. അതിൽ ഡ്രങ്കനും MDയും ഉണ്ടാകും. അത് MDയുടെ വാക്ക് അല്ലേ ഡ്രങ്കൻജി? അതെ, മാഹി ഇങ്ങോട്ട് വരത്തില്ല, നമ്മൾ അങ്ങോട്ട് പോ. എന്താ ഡ്രങ്കൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ അതാണ് കാര്യം. നമ്മുടെ ട്രിപ്പുകൾ ഇനി അങ്ങോട്ട് സജീവമാകും. ഇപ്പൊ ഉടനെ അല്ല, ഡെലിവറി കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ തൊട്ട്. ട്രിവാൻഡ്രം ട്രിപ്പാണ് ഫസ്റ്റ് എവർ ഷെഡ്യൂൾ. അത് കഴിഞ്ഞിട്ട് കൊച്ചി ട്രിപ്പ് ഉണ്ടാവും. അതിനുശേഷം അതുപോലെ അക്കോർഡിംഗ്ലി നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അല്ലേ ഡ്രങ്കൻജി? താങ്കൾ സജീവ പ്രവർത്തനം ഉണ്ടാവണം. പാർട്ടി പ്രവർത്തനം അല്ല, ബ്ലോഗിംഗ് പ്രവർത്തനം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ അജണ്ടാസ്. അപ്പൊ എല്ലാരും ഇത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ കൈ ഒഴിയരുത്. ഇത് എന്നല്ല നമ്മുടെ ബന്ധം. ഇതെന്ന് പറഞ്ഞാൽ നമ്മള് അറിയാലോ, എന്തോട് ഇതൊക്കെ ഇവിടെ പോടോ. പോർക്ക് വെച്ച് ഇവരെ പിടിച്ചത്. ബാക്കി 3 ഒരുമിച്ച് അയാൾ സൈഡും വിട്ടുവിട്ട് പോകണ്ട, അത് രണ്ടും പോയണ്ട. വാക്കിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലര് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, എന്ന് നിങ്ങൾ ഈ ഒരു പരിപാടി ചാനലിൽ നിന്ന് ഒഴിവാക്കുന്നു അന്ന് ഞാൻ ഈ വീഡിയോസ് കാണുന്നത് നിർത്തും എന്നൊക്കെ ഇതൊക്കെ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. കേട്ടോ അങ്ങനെ ചെയ്യും. അതൊക്കെ സ്നേഹം കൊണ്ട് പറയുന്നത്. ഇത് നിർത്താതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്, നമുക്കറിയാം. പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കാം. ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആരോഗ്യമാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും എല്ലാം ബോധേഡായിട്ടുള്ള സത്യസന്ധമായി നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കും. ഞങ്ങൾ നിർത്തുന്നത് എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യം നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, കുടുംബപരമായിട്ടും നല്ലതാണ്. അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ മനസ്സിലാക്കി ഞങ്ങള് പുതിയൊരു മാറ്റത്തെ അംഗീകരിക്കുക. അതെ, അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും. അല്ല, അത് നമുക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം വേണ്ടി മാത്രമല്ല, അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മളിത് പറയുന്നത്. തീർച്ചയായിട്ടും വേണ്ടിയാണ്. നമ്മളൊരു എൻജോയ്മെന്റിന് വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ നമ്മളിതൊരു അഡിഷൻ ആയിട്ട് കാണുന്നില്ല. തീർച്ചയായും. ഒരിക്കലും നമ്മൾ അഡിക്റ്റ് ആയിട്ടും ഇല്ല ഇത്രയും കാലമായിട്ടും. ചിലർ വിചാരിക്കും നിങ്ങൾക്ക് നിർത്താൻ പറ്റും. ഞങ്ങൾ ഇന്ന് പോയിട്ട് നാളെ കാശില്ല, ഞങ്ങൾ അടിക്കത്തൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഞങ്ങള് കാശില്ലെങ്കിൽ 1 മാസമല്ല, 1 വർഷമല്ല, 1000 മുഴുവൻ വരെ അടിക്കാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അടിക്കാതിരിക്കും. അത്രേ ഉള്ളൂ. അത് വേറെ. അതിന്റെ റീസൺ എന്താണെന്നറിയാമോ? നമ്മൾ ഇതുവരെ അഡിക്റ്റ് ആയിട്ടില്ല.
അല്ല അങ്ങനെ നമ്മൾ അടിക്കുന്നില്ലല്ലോ. നമുക്ക് ഇന്ന് അടിച്ചു, നാളെ അടിക്കാൻ കാശില്ല, അല്ലെങ്കിൽ നാളെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭ്രാന്ത് പിടിച്ചൊന്നും നടക്കത്തില്ല. പക്ഷെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു ദിവസം ഉണ്ട് ഡ്രങ്കഞ്ചി. 1-ാം തീയതി ആവശ്യമില്ലെങ്കിലും കയ്യിൽ മന്തി ഇരുന്നാൽ പോലും അന്ന് ബിയർ അടിക്കണം എന്നുള്ളൊരു ഇതുണ്ടാകും നമുക്ക്, അല്ലേ? അത് സത്യസന്ധമായ കാര്യമാണ്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ്, 1-ാം തീയതി ഉണ്ടെങ്കിൽ അന്ന് ബിയർ അടിക്കണം. കാരണം അന്ന് അതാണ് കിട്ടാൻ ഏറ്റവും വകുപ്പ് കുറവ്. കാരണം അല്ലാത്ത സാധനങ്ങളൊക്കെ ബ്ലാക്കിൽ കിട്ടും, അല്ലേ? ബിയർ കിട്ടാനാണ് വകുപ്പ് കുറവ്. അന്ന് ബിയർ അടിക്കാൻ മനസ്സിങ്ങനെ വെമ്പും കിടന്നാണ്, അല്ലേ? പല സ്ഥലങ്ങളിലും വിളിച്ചു ചോദിക്കുക, പക്ഷെ കിട്ടുന്നില്ല. അപ്പൊ സമാധാനമായിട്ട് കിടന്നുറങ്ങും. അതാണ് ബാക്ക് ടു ഡ്രങ്കൻ. അപ്പോൾ എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. ഈ വീഡിയോയുടെ കണ്ടന്റ് അതായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ MDTVയുടെ രൂപസാന്തരം, MDTVയുടെ ആ ഒരു മീനിങ് നമ്മൾ ചേഞ്ച് ആക്കുകയാണ്. പക്ഷെ ഇതിനെ ഒഴിയാതെ എല്ലാവരും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അന്നും ഇന്നും എന്നും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്കൊരു മാറ്റം അനിവാര്യമായ സമയത്ത് നമ്മൾ മാറണം. അതെ, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. കൂടുതൽ വലിച്ചു കിട്ടുന്ന ആവശ്യമില്ല. അതെ. അപ്പൊ ബേബി വരും എന്ന് പറഞ്ഞത് എന്നത്തേക്കാണ്? ഇതിനല്ല ബേബി, ഇത് വേറെ ബയർ, അത് വേറെ ബയർ, അത് അന്ത ബയർ. സോ എല്ലാ കാര്യം അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളോട്ട് എത്തും തുടർന്നുള്ള വീഡിയോകളിൽ. ഇപ്പൊ നമുക്ക് വേറെ പണിയുണ്ടല്ലേ ഡ്രാഗൻ? അതെ, ജ്യൂസ് അടിക്കാനാ സുഖമായിട്ട് പോവുക. അത് അന്നടിച്ച വേറെ അടിച്ചല്ല, മറന്നു പോയല്ലേ ഡ്രാഗൻ? ഈ ഒളിപ്പിച്ച സാധനമൊക്കെ കൊണ്ടിരുന്നു. സ്വർണ്ണ ഖനിയോ? കൊറേ നേരം ഒഴിച്ചു വെച്ചിട്ട് പോരാതിന് KF. അതിന്റെ പുറകെ ഒറ്റടി അടി. അല്ല, ഇതിന് ബെസ്റ്റ് ഓപ്ഷൻ എന്ത് വന്നത്? പച്ചമുളകില്ലേ, നല്ല എരിവുള്ളത് അടിച്ചിട്ട് ഇങ്ങനെ അടിച്ചത്. അതെ, സൂപ്പർ അടിക്കും. എത്ര മണി അടിച്ചു പോകും നമ്മള്. സത്യമാണ് തന്നെ പറഞ്ഞ. ആൾക്കാർക്ക് ഇങ്ങനെ ഓപ്ഷൻ ക്ലൂ കൊടുക്കല്ലേ. ഇരട്ടത്തിരുന്ന് അടിക്കുന്ന പഴയ ഓർമ്മകളല്ലേ? കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇരുട്ടത്തൊക്കെ മാറിയത് പറ്റി ഇരുട്ട് ബാക്കി ഒന്ന് അടിക്കുന്നതൊക്കെ പറഞ്ഞു. അത് ഇത്ര പെട്ടെന്ന് കറണ്ട് പോകാൻ നാളെ ചമ്മൂട് കളഞ്ഞല്ലേ. ഇത് ഒരെണ്ണം കൂടെ പറയട്ടെ. പിന്നെ പോയി കറണ്ട്. അത് എമർജൻസി ആണെന്ന് തോന്നുന്നു. എമർജൻസി ഒന്നും ഇപ്പൊ ഇല്ല അല്ലേ? എടോ എഗ് ബുർജി ഒരെണ്ണം കൂടെ പറയട്ടെ. സൂപ്പർ സംഭവം. സൂപ്പർ സിമ്പിളാ. സൂപ്പർ സംഭവമാണെന്ന്. ഡ്രങ്കനൊരു 1.5 മുതലാണ്. എംഡി പറഞ്ഞു വന്നതില് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളതിന്റെ കാര്യങ്ങൾ തന്നെയാണ് പുള്ളി പറഞ്ഞു വന്നത്. പിന്നെ നമ്മൾ ഈ വീഡിയോകളൊക്കെ കൂടുതലായിട്ട് ഇറക്കുമ്പോൾ പുതിയ തലമുറയെ നമ്മൾ വഴിതെറ്റിക്കുന്നു എന്നുമല്ല ഫ്ലേവർ വാട്ടറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതെ, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതും നമ്മൾ കാര്യം നമുക്ക് പുതിയ തലമുറകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ 2 വശങ്ങളുണ്ട്. ഒരു നാണയത്തിന് 2 വശങ്ങളുള്ളതുമല്ല, നല്ലതും ചീത്തതും ഉണ്ട്. അതുകൊണ്ടുള്ള ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ നമുക്ക് അർത്ഥമില്ല, അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പുള്ളി മനസ്സിലാക്കി നിങ്ങളോട് പറഞ്ഞത്. അല്ലാതെ ഒറ്റ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് അവര് ബോധോദയമുണ്ടായിട്ട് വെള്ളമടി നിർത്തണം എന്ന് പറഞ്ഞതല്ല. അതെ, അല്ല അത് ഒരിക്കലുമല്ല. കാരണം നമ്മുടെ ചാനലിൽ നമ്മൾ പലപ്പോഴായിട്ട് പല സാഹചര്യങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിത് നിർത്തുവാണ്, അല്ലെ ഉടനെ നിർത്തും എന്ന് നമ്മൾ ഒരുപാട് വട്ടം പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഒരു കാര്യം വേറൊരു കാര്യമുണ്ട്. 1-ാം തീയതി സാധനം കിട്ടാത്തവരുടെ വൈരാഗ്യം വെച്ചാവും പറഞ്ഞതല്ല, അല്ലേ? അതെ, അതും മനസ്സിലാക്കണം. അല്ല അവര് വിചാരിക്കും
ഒന്നാമത് സാരം കിട്ടിയില്ല, അവന് മുന്നോട്ടിട്ട് അവൻ ഈ പുല്ല് എല്ലാം കൂടി നിർത്തിയിട്ട് പോയാണെന്ന്. എന്നിട്ട് അവൻ മാറ്റാൻ പോവാന്നൊക്കെ അവിടെ ചിന്തിക്കും. പല വലിയ പെരുന്തച്ചന്മാര് കാണ്ടി പാണ്ടി കരിമ്പാറകള്. തങ്ങച്ചി ലാസ്റ്റ് റൗണ്ട് മയക്കൊടി ഒഴിക്കുക. എനിക്കുമുണ്ട് തനിക്കുമുണ്ട്. It's time for the എന്താ പറയട്ടെ പറഞ്ഞി ആരുടെ അവസാനം ലാസ്റ്റ് ഓൺ മൈക്ക് വെടി ഓഫ് ദ നൈറ്റ്. ഉച്ചതാ എനിക്ക് ഒന്നും പറയാം, ഞാൻ പറയാതെ പറഞ്ഞു. എനിക്ക് പറയണ്ട, വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അവരോട് വ്യക്തമായിട്ട് ഒരു കൺക്ലൂഷൻ പോലെ. ചുമ്മാ അതെ, അത് ശരിയാ. തങ്കഞ്ചി പറഞ്ഞത് ആ ഒരു വളരെ വലിയൊരു കാര്യമാണ് തങ്കഞ്ചി പറഞ്ഞത്. അതായത് കാര്യം ഇനിയൊരു ലൈവിലോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിലോ വന്നിട്ട് നിങ്ങൾ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. അതായത് തങ്കഞ്ചി പറഞ്ഞ വളരെ വലിയ കാര്യമാണ്. അതായത് നമ്മള് ഇതല്ല അപ്പോ കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്ന കേട്ടോ. അതായത് നമ്മുടെ MDTV മാറാൻ പോവുകയാണ്, കൂടുതലും പേഴ്സണൽ ബ്ലോഗ്സിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ ആൽക്കഹോൾ കണ്ടന്റ് മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. അത് വളരെ വൃത്തിയായിട്ടുള്ള കാര്യം. 5 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ബിയർ അടിച്ചെങ്കിൽ താഴും. അതോടെ തീർന്നു. ആൽക്കഹോൾ കണ്ടന്റ് തീർന്ന്, ജീവിതവും തീർന്ന്. അതെ, പിന്നെ അഭിപ്രായം പറയണ്ടല്ലോ ഇവരോട്. സമാധാനം. ഓക്കെ ഗൈസ്, അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതല്ലേ? അല്ലെ രംഗതി? ഇഷ്ടപ്പെടും. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് റൗണ്ട് മൈക്കൊടി. ഇന്നത്തെ അതെ, പുതിയ വീഡിയോ വരണം, നമുക്ക് വേറൊരു വീഡിയോ കൂടി ചെയ്യണം. അത് ഇതിന്റെ ലാസ്റ്റ് ആണെന്ന് കുറെ ദിവസമായിട്ട് ഇതല്ലേ പറയുന്നത്. ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ, ഇന്നത്തെ ലാസ്റ്റ് അടിപൊളിയായിട്ട് കൂടുതൽ അനുഭവം. ഓക്കെ. എന്തോ ആണോ മിസൈൽ ലോഞ്ചർ പോലൊക്കെ വെച്ചേക്കുന്നു. എന്താണ് മറ്റൊരു സംഭവം? സോളാറാ? മറ്റേ പച്ചവള പോലത്തെ ക്യാപ്സിക്കം. എന്തായാലും വെള്ളം കൊണ്ടൊന്നും നടന്നില്ല. കണ്ണിന്റെ കാറ്റെങ്കിലും പോവാതിരിക്കട്ടെ. ഒരു റൗണ്ട് എഗ് ബുർജിയുടെ പറയട്ടെ, മതി. ബാക്കി വേറെ ആണല്ലേ. ഇപ്പം പറയാൻ വേറൊരു സാധനമുണ്ട്. എന്തുവാ? പുതിയൊരു വീഡിയോമായി പുതിയൊരു വീഡിയോമേ അടുത്ത വീഡിയോ കാണാന്നും പറഞ്ഞു. പുതിയൊരു വീഡിയോമേ അടുത്ത വീഡിയോ കാണാന്നോ? എന്തിന്? അല്ല, അങ്ങനെയുള്ള സാധനം നമ്മൾ പറയാറ്. അതെ, പുതിയൊരു ബ്രാഞ്ചുമായെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി പറയാൻ പറ്റില്ല. പുതിയൊരു കുഞ്ഞുമായി. അല്ല, അത് തെറ്റില്ല. പുതിയ ബേബിയുമായി, പുതിയ MDയുമായി അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് and cheers y'all. See the next video. Support चाहिए आपका सब. കൂടുതലും ബംഗാളികളായതുകൊണ്ടാണ് ക്ലീൻ ചെയ്തത്.